നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഹോസ്പിറ്റലിലേക്ക് പോകും. എന്തിനു പോകുന്നു? ഇന്ന് രാവിലെ സംഭവം അമ്മിക്കുട്ടി നല്ല ടയർഡ്, അതെ, നല്ല പനി, പുറത്തങ്ങോട്ട് പോവാ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞപ്പോ എല്ലാം റെഡി. അതാണ് ഉസാറായി അല്ലേ? സാധാരണ നമ്മള് നല്ല കുട്ടിയാ. ഹോസ്പിറ്റലിലേക്ക് പോവാതെ അമ്മിക്കുട്ടിനെ മരുന്ന് കൊടുത്താൽ തന്നെ വിടും. പക്ഷെ ഇത് നല്ല പനി. അത് നല്ല പനിയാണ്. ചിലപ്പോ അത് കാണിക്കേണ്ട പനി കുറഞ്ഞേ പറഞ്ഞോ കാര്യത്തില് അങ്ങനെയാണ്. അത് എന്തായാലും ഡോക്ടറെ കാണിക്കണം. അതായത് ആ മരുന്ന് കുടിക്കൊന്നും വേണ്ട, കാണാ ഒരു മുഖതാപം അങ്ങനെ കണ്ടാൽ തന്നെ നമ്മുടെ അസുഖം മാറും. ഡോക്ടർ ഒന്ന് കണ്ടാ മതി. അല്ലാതെ ഇങ്ങനെ തന്നെയാണ് അവരെ. ഡോക്ടർ ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്തില്ലെങ്കില് നമുക്കൊരു ഇതാണ്. എന്താണ് മിണ്ടാത്തേ? അറിയോ പനി ഉണ്ടെങ്കിലും രാവിലെ ഒന്നാണ്ട് ആദ്യം പറഞ്ഞ എന്താണ് അറിയോ അമ്മിക്കുട്ടി? ഞാൻ സ്കൂൾക്ക് പോണില്ലേട്ടോ, ഞാൻ സ്കൂൾക്ക് പോണില്ലേട്ടോ. അവര് തെറ്റി തെറ്റിമുത്ത ആദ്യത്തെ വസ്തുതയാണ് അതിലാ പോണേ ഉണ്ടല്ലോ അമ്മിക്കുട്ടി. ഉണ്ടടി മിണ്ടാത്തേ. വ്ളോഗ് വേണ്ട അമ്മി പോലെ വേണ്ട. ആയിക്കോട്ടെ, അമ്മിക്കുട്ടി വേണ്ട, നമ്മൾ എടുക്കാം അമ്മി പോലെ. അപ്പൊ ഇന്ന് പിന്നെ എന്നോട് പറഞ്ഞേ ചായ ഒക്കെ കുടിച്ച് ബാത്റൂമിലൊക്കെ പോയൊക്കെ റെഡി ആയതിന്റെ ശേഷം എന്നോട് പറഞ്ഞേ ഇന്ന് സ്കൂളിൽ ക്യാരറ്റിന്റെ പരിപാടി ഉണ്ടാവൂലേ, അപ്പൊ എനിക്ക് പോകണം സ്കൂൾക്ക്. അവൻ പറഞ്ഞേ കേരളത്തിലെ പരിപാടി നമുക്ക് അസുഖം മാറിയിട്ടല്ലേ സ്കൂൾക്ക് പോകേണ്ടത്. അപ്പൊ പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, പരിപാടികളൊക്കെ ഇനിയുണ്ട്. ഇയാളെ സംസാരിക്ക്, എങ്ങനെ മിണ്ടാത്തേ? അവരെ കൂട്ടി പോയാൽ എന്താ അറിയോ, അവന്റെ വേറെ ഫ്രണ്ട്സ് പനി പകരൂലേ, അത് പാടില്ലല്ലോ. ആളുണ്ടോ? ഇന്നലെ റെയിൻകോട്ട് എടുത്താണ്ട് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ചില്ലേ? എന്തൊക്കെ ഉണ്ടായി ഇന്നലെ സ്കൂളിൽ? എന്തൊക്കെ ഉണ്ടായി? റെയിൻകോട്ട് അതിന്റെ പരിപാടിയുള്ളതല്ല, പാട്ട് പാടായി. പിന്നെ വേറെ അപ്പൊ ഗൈസ് അമ്മിക്കുട്ടി ചെറുതായിട്ടല്ല രാവിലെ നല്ല പനി ഉണ്ടായിനി. ഇപ്പൊ പനി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ആയാലും ഞങ്ങള് സെറ്റാണ് ഗൈസ്. ഞങ്ങളുടെ ഹാപ്പി എന്ന് പറഞ്ഞ ഞങ്ങളുടെ അയ്മക്കുട്ടിയാണ്. അപ്പൊ അമ്മിക്കുട്ടിക്ക് ഞങ്ങൾക്ക് അറിയാം, വീഡിയോ തന്നെ കണ്ടിട്ട് അവിടെ ആക്റ്റീവ് അല്ല. ഇന്ന് രാവിലെ നല്ല പനി ഉണ്ടായിനി. നല്ല പനി പറഞ്ഞാല് ഇന്ന് പുലർച്ചെയൊക്കെ പെരുമ്പനി. അതെ, രാത്രി കിടക്കുമ്പോ ഐഷു ഓക്കെ ഇന്നലത്തെ എന്താ മുമ്പ് കാണിച്ച മരുന്നുണ്ടായി. അപ്പൊ പനി ഉണ്ടെങ്കിൽ ജസ്റ്റ് കൊടുത്താൽ പനി വിടും എന്നൊക്കെ ഡോക്ടർ അങ്ങനെ കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ കൊടുത്തിന്. അപ്പൊ ഇന്നലെ മരുന്ന് അങ്ങനെ കൊടുത്തപ്പോ ഒരു സമാധാനം എന്താ പറയുക, ജലദോഷപ്പനിയാണ്. അതാകുമ്പോ സമാധാനം. ജലദോഷം കാണുമ്പോ ഒരു സമാധാനം. ക്ലൈമറ്റില് എല്ലാവർക്കും ഉണ്ട്, കുറെ ആളുകൾക്കുണ്ട്. പക്ഷെ കുറെ ആൾക്കാർ പനി വന്നിട്ട് മാറുന്നില്ല. ഭയങ്കര ക്ഷീണമുണ്ട് മക്കൾക്കൊക്കെ പനി വരുമ്പോ. ചെറിയ മക്കൾക്കാണല്ലോ ഇത് പെട്ടെന്ന് വരുന്നത്. ഇമ്മ്യൂണിറ്റി പവർ കുറവല്ലേ നമ്മളെ അപേക്ഷിച്ച്. അപ്പൊ ഇന്നലെ നൈറ്റ് അങ്ങനെ അമ്മിക്കുട്ടിക്ക് പിന്നെ ഇതൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെ രാത്രി പനി വിട്ടില്ല ഐശോ. പനി വിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോ നല്ല പനി, കുറച്ച് പനി ഉണ്ട്. അപ്പൊ ഞാൻ മരുന്ന് കൊടുത്തപ്പോ പനി വിട്ടിരുന്നു. പിന്നെ ഇന്ന് വീണ്ടും രാവിലെ പുലർച്ചെ നമുക്ക് തൊടാൻ കഴിയില്ല, പെരുമ്പനി, നല്ല പനി. നമുക്ക് അങ്ങനെ കാണാം അമ്മിക്കുട്ടി ഒന്നും അല്ലേ കേട്ടോ. പിന്നെ എന്താണെന്ന് അറിയില്ല, കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ ഇപ്പൊ ചായ കുറച്ച് റെഡി ആയപ്പോ അങ്ങനെ റെഡി ആയി വന്നേ. ഏതായാലും ഡോക്ടറെ കാണിക്കാൻ പോവാണ്. ഞങ്ങൾ അമ്മിക്കുട്ടിനെ കാണിക്കുന്ന സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഡോക്ടറെ കാണിക്കാൻ പോവാണ്. ഞാൻ ചിരിക്കുന്ന ഡോക്ടറുടെ ഗൈസ്. അപ്പൊ എന്താന്ന് വെച്ചാല് ഞാൻ അമ്മിക്കുട്ടി നല്ല കുട്ടിയായോണ്ട് ആ മരുന്നൊക്കെ കഴിക്കൂല്ലേ മുത്തേ? മരുന്നും കഴിക്കണം, ഫുഡും കഴിക്കണം, നല്ലോണം വെള്ളം കുടിക്കണം. നല്ലോണം വെള്ളം കുടിക്കണം, നല്ല പനി പെട്ടെന്ന് മാറുള്ളൂ. അതന്നെ. അപ്പൊ അമ്മിക്കുട്ടിയെ നല്ല മരുന്നൊക്കെ ഉമ്മച്ചി തരുന്ന മരുന്ന് ടൈമിന് കഴിച്ച് നല്ല ഫുഡ് കുടിക്കുക, മരുന്ന് കുടിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് എന്ത് ചെയ്യണം? നല്ലോണം വെള്ളം കുടിക്കുക, നല്ല റെസ്റ്റ് എടുക്കണം. അപ്പൊ അല്ലെങ്കിൽ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ പനി മാറിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെന്ത് ചെയ്യും? സൂചി വെക്കാൻ കൊണ്ടുപോകും. സൂചി വെക്കണോ? ഉണ്ടല്ലോ. അപ്പൊ നല്ല കുട്ടിയായോണ്ട് കഴിക്കണം കേട്ടോ, നല്ല കുടിക്കണം കേട്ടോ. നല്ല കുട്ടിയായി ഫുഡ് കഴിക്കണം, മരുന്ന് കുടിക്കണം. ഓക്കെ ഓക്കെ അല്ലേ? എല്ലായിടത്തും കുട്ടികളെ ഇറങ്ങി നിൽക്കുക, കുട്ടികളെല്ലാം രസം. കുട്ടികളിങ്ങനെ യൂണിഫോം ഒക്കെ ചെറിയ കുട്ടികളെ കണ്ടു വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഡോക്ടറെ കാണിച്ചാല് കിട്ടിയതാണ് അത്. ഓക്കെ, അമ്രിമോളെ ഫ്രണ്ടിനും അമ്രിമോളെ ഫ്രണ്ടിനും പനിയായിട്ട് അവിടെ കാണിക്കാൻ വന്നിട്ട്. അമ്മിക്കുട്ടിയെ ചുമ കൂടിയോ? അമ്മിക്കുട്ടിയെ ഡോക്ടർ എന്താ പറഞ്ഞ? ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ സൂചി വെക്കുന്നേ. സൂചി കേട്ടില്ലേ? അപ്പൊ ഫുഡ് കഴിക്കൂലേ? ഉറപ്പല്ലേ?
അല്ലെങ്കിൽ സൂചി വെക്കുട്ടോ? സൂചി വെക്കണോ? ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇക്കാക്ക് നേരം വൈകിട്ടുണ്ട്. നേരെ പെട്ടെന്ന് പോവാൻ നോക്കണം. വീഡിയോ ഒന്ന് ഫണ്ണി ആക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ സമയമില്ല, ടൈമും ഇല്ല. അതെ. ഒന്നാമത് നമ്മൾ അമ്പിക്കുട്ടി ആക്റ്റീവ് അല്ല, ഞങ്ങളൊക്കെ മൈൻഡ് ഫുള്ള് അമ്പിക്കുട്ടി. അങ്ങനെയുണ്ട്. പിന്നെ ഇപ്പൊ ഡോക്ടറെ കാണിച്ച് പോവാണ്. എനിക്ക് ഡ്യൂട്ടിക്ക് കയറാനായിട്ടുണ്ട്, ടൈം വൈകിട്ടുണ്ട്. ഷോപ്പൊക്കെ വിളിച്ച് പറഞ്ഞു. എനിക്കും നേരം വൈകിട്ടുണ്ട്. ബൈ ബൈ. ബൈ, അമ്പിക്കുട്ടി ബൈ പറഞ്ഞ.